إن الحمد لله حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على رسوله الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. وما خلقت الجن والإنس إلا ليعبدون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും പ്രപഞ്ചനാഥനും സർവനിയന്താവുമായ റഹ്മാനായ റബ്ബുൽ ആലമീനായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിക്കൊണ്ട് മുത്തഖിയായി, മുഅ്മിനായി, മുവഹ്ഹിദുകളായി ജീവിച്ച് മരിക്കുവാൻ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആലോചിക്കുമ്പോൾ അത്ഭുതം നിറഞ്ഞതാണ് മനുഷ്യരായ നമ്മളുടെ ജീവിതം. സൃഷ്ടിപ്പിന്റെ ആദ്യഘട്ടം മുതൽ നമ്മളിങ്ങ് പരിശോധിച്ചു നോക്കിയാൽ ഒരു ബീജഗണത്തിൽ നിന്ന് തുടങ്ങി അതിനെ മെല്ലെ പടിപടിയായി വളർത്തി മനുഷ്യ സൃഷ്ടിയായി പുറത്തു കൊണ്ടുവന്ന് നമുക്ക് വേണ്ടതെല്ലാം അള്ളാഹു ഇവിടെ സന്നിവേശിപ്പിച്ച് സംവിധാനിച്ച് എല്ലാം ഒരുക്കി നമ്മളെ പടിപടിയായി വളർത്തിയ പടച്ചതമ്പുരാൻ. അല്ലദീ ഖലഖ ഫസവ്വ, സൃഷ്ടിക്കുക മാത്രമല്ല ശരിപ്പെടുത്തുകയും നമുക്ക് വേണ്ടതെല്ലാം സർവസ്വവും സംവിധാനിക്കുകയും ചെയ്ത പടച്ചതമ്പുരാൻ എല്ലാം ഇവിടെ സുസജ്ജമാക്കി എന്നുള്ളതാണ്. മണ്ണും മേടും മഴയും വേണ്ടതെല്ലാം ജീവിക്കുന്നതിനാവശ്യമായ ഒരുക്കം അല്ലാഹു ഇവിടെ നടത്തി തന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് ചില നിർദ്ദേശങ്ങൾ അല്ലാഹു നൽകി. ഇവിടെ ജീവിക്കാനുള്ള കാലയളവ് അല്ലാഹു ഒരുക്കി, അതും നിർണയിച്ചു എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ലക്ഷ്യവും അതോടൊപ്പം അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നു. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. 51-ാം അധ്യായം 56-ാം വചനം. മനുഷ്യനെയും ജിന്ന് വർഗത്തെയും അല്ലാഹു ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല, എന്തിനല്ലാതെ? ഇല്ലാ ലിയഅ്ബുദൂൻ, അവൻ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. ഇതാണ് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന്.
റബ്ബിനെ ആരാധിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്, റബ്ബിനെ അനുസരിച്ചും അംഗീകരിച്ചുകൊണ്ടുമാണോ ജീവിക്കുന്നത്? അങ്ങനെ ജീവിക്കാനാണ് നമുക്കൊക്കെ നൽകപ്പെട്ടിട്ടുള്ള കൽപ്പന. അള്ളാഹുവിനെ ആരാധിക്കണം. എത്ര വരെ ആരാധിക്കണം? വഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിശ്ചയമായ ഒന്ന് വന്നെത്തുന്നത് വരെ, അഥവാ മരണം വന്നെത്തുന്നത് വരെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്, അല്ലേ? അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക. ജീവിതത്തിൽ അള്ളാഹു നമ്മളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ. അപ്പോ ഈ ദുനിയാവ് പുണ്യങ്ങളുടെ ഒരു പൂങ്കാവനമാക്കി അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ച സ്വർഗത്തെ തേടിയും അത് ആഗ്രഹിച്ചും ജീവിക്കാൻ ഇവിടെ നമുക്ക് കഴിയണമെന്നാണ്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. ആരെങ്കിലും, അല്ലെ, ആണുങ്ങളുടെ കൂട്ടത്തിലും പെണ്ണുങ്ങളുടെ കൂട്ടത്തിലും മുഅ്മിനായിക്കൊണ്ട്, വിശ്വാസിയായിക്കൊണ്ട് ഒരാൾ സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവന് തീർച്ചയായും നല്ല ഒരു ജീവിതം നാം ജീവിപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവന് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ ഈ ഒരു ലൈഫ് സ്പാനിൽ നമ്മുടെ ആയുസ് അവസാനിക്കും എന്ന് നമുക്കറിയാം. അതിനു മുൻപ് സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം നമ്മൾ ഒരുങ്ങാൻ സാധിക്കണമെന്നാണ്. എല്ലാ ആളുകളും, ഈ ഭൂമിയിൽ ജനിച്ചു വീണ മുഴുവൻ മനുഷ്യരും മരിക്കും എന്നുള്ളത് നിശ്ചയമുള്ള ഒരു കാര്യമാണ്, അല്ലേ? ഖുർആൻ പറഞ്ഞു അത് സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ എന്നാണ്. നിങ്ങളുടെ ആയുസ് അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങളെല്ലാവരും മരിക്കുന്നതാണ് എന്നുള്ളത് ഉറപ്പാണ് എന്നാണ്. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളെ എന്താണ് ഒരാൾ പ്രവർത്തിക്കുക എന്നും ഒരാൾക്കറിയൂല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. എവിടെ വെച്ചാണ് മരണപ്പെടുക എന്നും ഒരാൾക്കും അറിയുകയില്ല എന്നാണ്. പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മളൊക്കെ ഒരാളും വിചാരിക്കാത്ത, ഇന്ത്യയിലോ ലോകത്തോ ഒരു മനുഷ്യ കുഞ്ഞു പോലും വിചാരിക്കാത്ത, ഒരിക്കലും അവരുടെ ചിന്തയിൽ പോലും വരാത്ത ഒരു സ്ഥലത്ത് ഒരു വിമാനം അപകടത്തിൽപ്പെട്ട് 250ഓളം അല്ല അതിലധികം ആളുകൾ മരണപ്പെടുമ്പോ ആ വിമാനത്തിൽ കയറിയവർ, അവർ യാത്ര തുടങ്ങുമ്പോൾ സെൽഫി എടുത്തവർ, കുടുംബങ്ങളിലേക്ക് അയച്ചു കൊടുത്തവർ, എയർപോർട്ടുകളിൽ അവരെ വരുന്ന സമയം നോക്കി കാത്തിരിക്കുന്നവർ, ഇന്ത്യ കാണാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വിദേശികളായി എത്തിയവർ, അവർ യാത്ര അവസാനിപ്പിച്ച് ദിസ് ഈസ് അവർ ലാസ്റ്റ് നൈറ്റ്, അവർ ലാസ്റ്റ് ഡേ ഇൻ ഇന്ത്യ എന്ന് വ്ളോഗ് ചെയ്തുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് തിരിച്ച് ബ്രിട്ടനിലേക്ക് UK-യിലേക്ക് മടങ്ങിപ്പോയവർ, അല്ലേ? എത്ര ആളുകളാണ്. വ്യത്യസ്ത സ്വപ്നങ്ങളുള്ളവർ, വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവർ, വ്യത്യസ്ത ആവശ്യങ്ങളുമായി വന്നവർ. ഒരാൾ പോലും അതിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല, ഉറപ്പാണ്. ചെറിയ കുട്ടികൾ മുതൽ സ്ത്രീജനങ്ങളും വിദേശികളും ഇന്ത്യക്കാരും അടങ്ങുന്ന 150-ലധികം ആളുകൾ. ഇനിയോ അതിങ്ങനെ ഉയർന്ന് പൊങ്ങി മിനിറ്റുകൾ കഴിഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ, ഒരു ഹോസ്റ്റലിൽ അത് ചെന്ന് വീഴുമ്പോ, തകർന്നു വീഴുമ്പോ, അവിടെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥികളാരും അവരും ആലോചിച്ചിട്ടുണ്ടാവില്ല, ഉറപ്പല്ലേ? ഇങ്ങനെ ഒരു വിമാനം ഹോസ്റ്റലിലേക്ക് തകർന്നു വീണിട്ടായിരിക്കും ഞങ്ങളിൽ പലരുടെയും അന്ത്യം എന്ന് അതിലേതെങ്കിലും ഒരു കുട്ടി വിചാരിച്ചിട്ടുണ്ടാവോ? അവരെ പറഞ്ഞ രക്ഷിതാക്കൾ വിചാരിച്ചിട്ടുണ്ടാവോ? ഇല്ല. വിചാരിക്കാത്ത രൂപത്തിൽ മരണം വന്നെത്തും എന്നുള്ളതാണ്. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ആലോചിച്ചോക്കെ, വർഷങ്ങളായി UK-യിൽ താമസിക്കുന്ന കുറെ യുവാക്കൾ, അവർ ഒരു നിശ്ചിത അവധിക്ക് ഇങ്ങനെ ഇന്ത്യ കാണാൻ വരുന്നു. തിരിച്ചു പോകേണ്ട ദിവസത്തിൽ ഇന്ത്യയിൽ വെച്ച്, ഇല്ലേ, വിമാനം അത് ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം തകർന്നു വീഴുന്നതിൽ അവർ ഉൾപ്പെടുന്നു. ബ്രിട്ടനിൽ ജനിച്ചവർ ഇന്ത്യയിൽ മരണപ്പെടുമെന്ന് അവർ ആലോചിച്ചിട്ടില്ല. തിരിച്ചങ്ങോട്ട് പറന്നുയരുമ്പോ ഇവിടെ മരണപ്പെടുന്ന അതിലെ പൈലറ്റോ യാത്രികരോ ആ മെഡിക്കൽ വിദ്യാർത്ഥികളോ അതിനെ ചുറ്റിപ്പറ്റി താഴെ നിന്ന് നാട്ടുകാരോ ആരും ആലോചിക്കണില്ലല്ലോ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നമ്മൾ ഒരാളുടെ മരണ തീയതി എത്തിയാലേ ആ സ്ഥലത്തേക്ക് അള്ളാഹു ഒരു കാരണം ഉണ്ടാക്കിയിട്ട് എത്തിക്കുന്നതാണ്.
ഇപ്പൊ ചില ആളുകളൊക്കെ മരണ വീട്ടിൽ പലരും അഭിപ്രായങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. ഉമ്മമാരൊക്കെ പറയും, അപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞതാ ഇന്ന് അങ്ങോട്ട് പോകണ്ട, ഇന്ന് മഴയാണ്, ഇന്ന് ആ യാത്ര ഒഴിവാക്കിക്കളാന്നൊക്കെ പറഞ്ഞ് അല്ലെ. പക്ഷെ അതൊന്നും കേൾക്കാതെ പോയി അന്തിക്കുന്നാണ്. ഏതോ രാജ്യത്ത് കിടക്കുന്നവരെ ഇന്ന് ഈ എയർപോർട്ടിൽ അല്ലാഹു എത്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, അതിൽ നിന്ന് ആ മുഴുവൻ യാത്രക്കാരിൽ നിന്നും എല്ലാവരും വരണമെന്നും ഒരാൾ രക്ഷപ്പെടണമെന്നും അത് അല്ലാഹുവിന്റെ നിശ്ചയമാണെങ്കിൽ ആയുസ് തീർന്നവരൊക്കെ എവിടെയാണോ ചെന്നെത്തേണ്ടതും അവസാനിപ്പിക്കേണ്ടതും അത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അണുകിട വ്യത്യാസമില്ലാതെ നടക്കും എന്നുള്ള ചിന്തയാണ്, ഓർമ്മയാണ് പ്രിയപ്പെട്ടവരെ. ഇങ്ങനെയുള്ള മഹാദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ സാധുക്കളായ നമ്മൾ ആലോചിക്കേണ്ടത് അതീവ ദുഃഖം നമ്മൾ ആ ദാരുണമായ സംഭവത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമുക്കൊക്കെ സങ്കടമുണ്ട്. നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള കുറെ ആളുകൾ അല്ലെ, അവർ മരണപ്പെട്ടു. നമുക്കും ഒരു ദിവസം ഈ ദുനിയാവിൽ നിന്ന് പോകേണ്ടി വരുമെന്നാണ്. നമ്മുടെ സമയമെത്തിക്കഴിഞ്ഞാൽ അതിനെ നേരത്തെയാക്കാനോ പിന്തിപ്പിക്കാനോ ഒരാൾക്ക് പോലും കഴിയൂല എന്നാണ്. ആളുകളൊക്കെ ചോദിക്കൂത്രേ, വിധി മോശമാകുമ്പോൾ മലക്കുകളുടെ രൂപവും ഭാവവും സ്വഭാവവും കാണുമ്പോ എന്റെ വിധി നിർണയം എന്താണ്, എന്റെ റിസൾട്ട് എന്താണ് എന്ന് അപ്പോൾ തന്നെ ബോധ്യപ്പെടുന്നവർ ചോദിക്കണം, പഠിച്ചോനെ ഞങ്ങളെ ഒന്ന് മടക്കി തരുമോ, അല്പസമയം കൂടി ദീർഘിപ്പിച്ചു തരുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ഇല്ല, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് അവൻ സംസാരിക്കുന്ന പറയുന്ന വെറുതെ പറയുന്ന വാക്കുകളാണ്. അല്ലാഹു ഒരാൾക്കും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, പിന്തിക്കുന്നതോ മുന്തിക്കുന്നതോ ആയിട്ടുള്ള പ്രശ്നമേ ഇല്ല എന്ന് ഖുർആൻ ആണയിട്ട് പ്രഖ്യാപിക്കാണ് പ്രിയപ്പെട്ടവരെ. അതാണ് ഓരോ മരണത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മനിൽ കയ്യിസ്, ആരാണ് റസൂലെ ബുദ്ധിമാൻ, ബുദ്ധിയുള്ളവനാരാണ്? റസൂൽ കൊടുത്ത മറുപടി എന്താ അറിയോ? ദുനിയാവിൽ അല്ലെ, ഈ ദുനിയാവിൽ മരണത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നവനാരാണോ അവനാണ് ഏറ്റവും ബുദ്ധിമാൻ എന്നാണ്. അപ്പൊ മരണത്തെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോ സ്വാഭാവികമായും ഒരു വിശ്വാസിയിൽ കർമ്മങ്ങളുടെ തുടർച്ചയുണ്ടാകും എന്നുള്ളതാണ്. മരണത്തെ ഓർക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ വഞ്ചനയുടെ വിഭവങ്ങളിൽപ്പെട്ട് അവൻ ഇങ്ങനെ ആടി ഉലഞ്ഞ് ജീവിക്കും. കർമ്മങ്ങൾ, അമലുകൾ ചെയ്യാൻ അവൻ മറക്കും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്താണോ അവസരം നമ്മൾക്ക് ലഭിച്ച ആയുസ്സിനെ ഏറ്റവും കൃത്യമായി, ഫലപ്രദമായി, ഗുണപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ബുദ്ധിമാന്മാരിൽ നമ്മൾ ഉൾപ്പെടണമെന്നാണ്. ആ റിസൾട്ട് മോശമായി കഴിഞ്ഞാൽ പിന്നെ സ്വർഗമല്ലല്ലോ, നരകമാണ് കാത്തിരിക്കുന്നത്. ആ നരകത്തിൽ എത്തുന്നവരുടെ അവസ്ഥയും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. നരകത്തിൽ എത്തിപ്പെട്ടാൽ അവിടെ ഇങ്ങനെ ആർപ്പുവിളികൾ, മുറവിളി കൂട്ടുമെന്നാണ്. നരകാവകാശികൾ മുറവിളി കൂട്ടും. എന്താ അവര് പറയാ? റബ്ബന അഖ്രിജ്ന, റബ്ബന അഖ്രിജ്ന, അല്ലാഹുവേ രക്ഷിതാവേ ഞങ്ങളെ ഇതിൽ നിന്ന് പുറത്തിറക്കി തരുമോ? നഅമൽ സ്വാലിഹ, നഅമൽ സ്വാലിഹ, ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തോളാം റബ്ബേ, ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തോളാം റബ്ബേ. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഭയങ്കര വർത്താനാണത്. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇതുവരെ ഞങ്ങൾ ചെയ്യാത്ത സൽക്കർമ്മങ്ങൾ എന്നാണ്. ഇതുവരെ ഞങ്ങൾ ചെയ്യാത്ത സൽക്കർമ്മങ്ങൾ. അപ്പൊ അവര് അല്ലേ, ധർമ്മങ്ങൾ കൊടുക്കാത്തവർ, ഞങ്ങൾ നന്നായി കൊടുക്കാം റബ്ബേ. കഴിവും അതുപോലെ തന്നെ ആയുസ്സും ആരോഗ്യവും ഉണ്ടായിട്ട് ഹജ്ജ് കുറേ യാത്രകൾ പോകേണ്ട ഇടങ്ങളും സ്ഥലങ്ങളും ബക്കറ്റ് ലിസ്റ്റുകളിൽ ഇട്ട് കാത്തിരിക്കുന്ന കുറെ ആളുകൾ. ആ ബക്കറ്റ് ലിസ്റ്റുകളിൽ ഒന്നോ രണ്ടോ ആയിട്ടൊന്നും ഹജ്ജോ അതുപോലെ തന്നെ മക്കയോ കയറി വരാത്ത ആളുകളുണ്ട് അല്ലെ. എനിക്ക് പൈസ ഉണ്ടെങ്കിൽ, എനിക്ക് ആരോഗ്യ ആയുസ്സുണ്ടെങ്കിൽ എനിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ, സ്വിറ്റ്സർലാൻഡ് എനിക്ക് പോകണം, UAE എനിക്ക് സന്ദർശിക്കണം, അമേരിക്കയിൽ പോകണം, ഇങ്ങനെ കുറെ രാജ്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് ബക്കറ്റ് ലിസ്റ്റിൽ കാത്തിരിക്കുന്ന ആളുകളിൽ, മുസ്ലിങ്ങളിൽ, നമ്മളിൽ മക്കയും കഅബയും ആ പരിശുദ്ധ ഹറമുകളും കയറി വന്നിട്ടുണ്ടോ? എനിക്ക് ഹജ്ജ് ചെയ്യാൻ അല്ലെ, അവിടെ പോകണം എന്നുള്ള ആശ, ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ അല്ലെ
ചെയ്യാത്ത അമലുകൾ ഞാൻ ചെയ്തു വരാന്നാണ് ആയത്തിൽ പറയുന്നത്. ചെയ്യാത്ത അമലുകൾ വൈറല്ലദീ കുന്നാ നഅമൽ. അപ്പൊ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഇവിടെ ഇറക്കി തരുമോ എന്നുള്ള ചോദ്യമുണ്ടാകുമെന്ന് ഖുർആൻ മുന്നേ നമ്മളോട് പറയാണ്. അല്ലാഹു തിരിച്ചു ചോദിക്കണ ചോദ്യം എന്താ അറിയോ? അവലം നുഅമ്മിറുക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ? ആയുസ് തന്നില്ലേ? അപ്പൊ കുറെ ആളുകളൊക്കെ ഇല്ല റബ്ബേ എനിക്ക് അതിനു മാത്രം വലിയ ആയുസ്സൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുമോ എന്ന് വിചാരിച്ചിട്ടാവാം വളരെ കൃത്യമായ ഒരു വാക്ക് കൂടെ അതിനോട് അള്ളാഹു ആഡ് ചെയ്തിട്ടുണ്ട് അവിടെ. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ഒരാൾക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ആയുസ്. ഇപ്പൊ നമ്മളിൽ ഇതിങ്ങനെ പറയുമ്പോ കേൾക്കുമ്പോ ഖുർആൻ ഓതി അർത്ഥം വായിച്ച് മനസ്സിലാക്കുമ്പോ നരകെന്താ, സ്വർഗെന്താ, ശിക്ഷ എന്താ, രക്ഷ എന്താ, രാവെന്താ, പകലെന്താ എല്ലാം മനസ്സിലാകാൻ പറ്റുന്ന ഒരു ആയുസ് എന്ന് പറഞ്ഞാൽ 3 വയസ്സുള്ള കുട്ടി അത് 3 വയസ്സ് ആയുസ്സാണ്. ഓൻ പരാതി പറയൂല. 5 വയസ്സ് ആയുസ്സാണ്, 7 വയസ്സ് ആയുസ്സാണ്. പക്ഷേ പഠിച്ചോനെ എനിക്ക് ഞാൻ 9 വയസ്സിലല്ലേ മരിച്ചത്, ഞാൻ 12 വയസ്സിലല്ലേ മരണപ്പെട്ടത് എന്നുള്ള ഒരു ന്യായങ്ങൾ ഇല്ലാതിരിക്കാൻ കൃത്യമാക്കി ഖുർആൻ അല്ലദീ യതദക്കറു ഫീഹി മൻ തദക്കർ. ബുദ്ധി കൊണ്ട് ആലോചിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള, ചിന്തിച്ചാൽ മനസ്സിലാകുന്ന രൂപത്തിലുള്ള ആയുസ് ഞാൻ നിനക്ക് നൽകിയില്ലയോ? വെറുതെ ഒരു പ്രായം തന്നു എന്നുള്ളതല്ല, ബോധമുള്ള ആയുസ്സിനെ നിനക്ക് ഞാൻ നൽകിയില്ലേ? ഈ ചോദ്യം നമ്മളോട് ചോദിച്ചാ നമ്മൾ എന്താ പ്രിയപ്പെട്ടവരെ മറുപടി പറയാ? പിന്നെ നോ ഓപ്ഷൻസ്, പിന്നെ നമുക്കൊന്നുമില്ല അല്ലെ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, എനിക്ക് കിട്ടി തന്നെയാണ്. പിന്നെ നമ്മുടെ മറുപടി റബ്ബേ എനിക്കത് കിട്ടിയിട്ടുണ്ട് എന്നാണ്. ഇല്ല എന്ന് പറയാൻ ഒരു വകുപ്പില്ല. രണ്ടാമത്തേത് വജാഅകുമുൻ നദീർ, മുന്നറിയിപ്പുകാരൻ, താക്കീതുകാരൻ നിങ്ങളിലേക്ക് വന്നില്ലേ? താക്കീതുകാരൻ, ഏറ്റവും വലിയ താക്കീതുകാരൻ പരിശുദ്ധ ഖുർആനെ കിട്ടിയില്ലേ? പിന്നെയും ഒരുപാട് അല്ലേ സതുപദേശങ്ങൾ, സാരോപദേശങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? എന്താ നമ്മൾ പറയാ? എല്ലാ ആഴ്ചയും ഖുത്ബ കേൾക്കുന്ന, പ്രഭാഷണങ്ങളും വാളുകളും കേൾക്കുന്ന, ഇല്ല ഞാൻ അതൊന്നും വേണ്ട, ഞാൻ വാളൊന്നും കേട്ടിട്ടില്ല റബ്ബേ എന്ന് പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ മുന്നറിയിപ്പുകാരൻ. ഖുർആൻ ഇറങ്ങിയ സമൂഹമാണ്. ഞാനത് വായിച്ചോല്ലേ എന്നുള്ളത് വേറെ വിഷയം, ആയത്ത് കണ്ടോല്ലേ എന്നുള്ളത് വേറെ വിഷയം, മനസ്സിലാക്കിയോ ഇല്ലയോ എന്നുള്ളത് അത് വേറെ ചോദ്യം. ഇത് കിട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഇല്ല റബ്ബേ ഞാനത് കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 2 ചോദ്യത്തിൽ നമ്മളെ ഉത്തരം മുട്ടിച്ചു അല്ല. തിരിച്ചുള്ള 2 ചോദ്യത്തിൽ ഇല്ലേ പടച്ചോനെ ഒന്ന് പുറത്തിറക്കി തരുമോ എന്ന് ചോദിച്ചപ്പോ തിരിച്ച് 2 ചോദ്യങ്ങൾ ചോദിച്ച് ഒരു വകുപ്പും ഇല്ലാതെ അവിടെ നിർത്തി. എന്നിട്ട് പറയാ ഫദൂഖു, ഫദൂഖു, ചോദ്യം ചോദിച്ച നമ്മളെ ശരിക്ക് കളിയാക്കുക. ഫദൂഖു, എൻജോയ് ചെയ്യട്ടോ എന്നതിന്റെ അർത്ഥം. നിങ്ങൾ ആസ്വദിക്കുക. എന്താ ആസ്വദിക്കേണ്ടത്? നരകശിക്ഷ. ഫദൂഖു ഫമാ ലിൽളാലിമീന മിൻ നസീർ, അക്രമകാരികൾക്ക് യാതൊരു സഹായിയും ഇല്ല തന്നെ എന്നാണ്. അക്രമകാരികൾക്ക് യാതൊരു സഹായിയും ഇല്ല തന്നെ. പ്രിയപ്പെട്ടവരെ, ഓരോ അപകടങ്ങളും, ഓരോ മരണവാർത്തകളും, പ്രയാസം നിറഞ്ഞ ഒട്ടേറെ സംഗതികളൊക്കെ നമ്മൾ കേൾക്കുമ്പോ ആസ് എ പേഴ്സൺ, ആസ് എ മുസ്ലിം നമ്മൾ ആലോചിക്കേണ്ടത് എന്റെ അവസ്ഥയാണ്. എന്റെ ദുനിയാവും, എന്റെ മരണവും, എന്റെ പരലോകവും, ബാക്കിയൊക്കെ എനിക്ക് പിന്നെയാണ്. എന്റെ ഭാര്യ വരെ എനിക്ക് പിന്നെയാണ്. എന്റെ ഉപ്പയും ഉമ്മയും എനിക്ക് പിന്നെയാണ്. ആദ്യം അല്ലേ പരലോകത്തെത്തിയ ബന്ധങ്ങൾക്ക് പിന്നെ വിലല്ല. നഫ്സി നഫ്സി എന്നാണല്ലോ. പടച്ചോനെ എന്റെ അവസ്ഥ. അതുകൊണ്ടാണ് വാപ്പിയൊക്കെ മക്കളെ കൊടുത്തു. മക്കളൊക്കെ വാപ്പമാനില്ലേ ഓരൊക്കെ നരകത്തിൽ ഇട്ടാലും ശരി പടച്ചോനെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു എന്ന് ചോദിക്കാൻ വരെ കാരണം അതിന്റെ ഭീകരത മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ആയുസ് ഒടുങ്ങിത്തീരുന്നതിന് മുൻപ് എന്റെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ എനിക്കൂട്ടായി എന്തുണ്ട്, എത്രയുണ്ട് എന്നുള്ള ചിന്ത വിശ്വാസികളായ നമുക്കുണ്ടാകണം. ഒരു ദിവസം ഇവിടം വിട്ട് പോകേണ്ടി വരും. അതിന്റെ ചേലും കോലവും രൂപവും ഭാവവും ഒക്കെ അത് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടാവും. പ്രയാസം നിറഞ്ഞ ഘട്ടങ്ങൾ അല്ലേ, ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള മരണരീതികൾ. ഉമ്മാനവിടെ നിർത്തിയിട്ട് വാപ്പ പോകുന്നതും, വാപ്പി ഇമ്മ ഉണ്ടായിരിക്കെ മക്കള് പോകുന്നതും, ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ മുമ്പിൽ വാഹനം കയറി മരിക്കുന്നതും, മുങ്ങി മരിക്കുന്നതും, ഷോക്കേറ്റ് മരിക്കുന്നതും, എത്രയെത്ര അല്ലെ കുറെ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. രൂപവും ഭാവവും ഒക്കെ അള്ളാഹുവിനറിയാം, നമുക്കറിയൂല.
പക്ഷെ പോകേണ്ടി വരുന്നുള്ളത് നമുക്കൊക്കെ അറിയാം, അത് ഉറപ്പുള്ള സംഗതിയാണ്. ജനിച്ച ഒരാൾ മരിക്കുന്നുള്ളത് അല്ലേ? ഈ നിങ്ങൾ എത്ര സുരക്ഷയൊരുക്കി കാത്തുവെച്ചാലും, ഏത് കോട്ടകൾക്കുള്ളിലാണെങ്കിലും ശരി, യുദരിക്കുമുൽ മൗത്ത്, ഖുർആൻ പറയാം, യുദരിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അപ്പോ മാറി നിൽക്കുക എന്നുള്ളത് സാധ്യമല്ല, മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത് നമുക്ക് സാധ്യമാണ്. ആ ഒരുക്കം ബുദ്ധിമാന്മാർ ചെയ്യും, അവൻ അതിനെ ഓർത്തുകൊണ്ടിരിക്കും, പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള വിശ്വാസികളായി തീരാനാണ് പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിൽ നമ്മുടെ ഓരോ മണിക്കൂറുകളിലും ദിവസങ്ങളിലുമൊക്കെ ആലോചനയും ചിന്തയും നമ്മളിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള വിശ്വാസികളായി തീരാൻ ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കുകയും നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആഖിബത്ത് നന്നാവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മെ എല്ലാവരെയും അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഉസീകും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ മനുഷ്യരായ നമുക്കൊന്നും അഹങ്കരിക്കാൻ യാതൊരു വകുപ്പും ഇല്ല എന്നുള്ളത് ഓരോ ദിവസങ്ങളിലും നടക്കുന്ന പ്രത്യേക സംഭവങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ഒരു റൺവേയിലേക്ക് ഒരു വിമാനം വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ കൃത്യമായ ചെക്കപ്പുകളും ഒക്കെ കഴിഞ്ഞാണ് ശരിക്ക് അത് റൺവേയോട് അടുക്കുക എന്നുള്ള. എന്നിട്ട് അല്ലെ അതിന്റെ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് യാത്രക്കാർ അതിലേക്ക് കയറ്റുന്നത്. അതിന്റെ ഇന്ധനം ഒരുക്കി, അതിന്റെ പൈലറ്റിനെ തയ്യാറാക്കി, എത്രയോ പിന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അല്ലെ, 8000 മണിക്കൂറുകളൊക്കെ എക്സ്പീരിയൻസ് ഉള്ള വിമാനം പറത്തിയ എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റ് നിയന്ത്രിക്കുന്ന വിമാനം. അപ്പൊ എല്ലാം സജ്ജമാണ്, സുസജ്ജമാണ്. പക്ഷെ നിമിഷങ്ങൾക്കകത്ത് അതിങ്ങനെ താഴെ വീഴുമ്പോ നമുക്ക് ബോധ്യപ്പെടുകയാണ് അല്ലെ, എത്ര നമ്മൾ നിയന്ത്രിച്ചാലും അതിന്റെ ഒക്കെ അപ്പുറത്ത് നിയന്ത്രിക്കാൻ അല്ലാഹു ഉണ്ട് എന്നുള്ളൊരു സംഗതി. ഇപ്പൊ ലോകത്തിന്റെ നിയന്ത്രണം അത് എല്ലാം നമ്മളിങ്ങനെ ഊറ്റം കൊള്ളുമ്പോഴും നമ്മളൊക്കെ പലതിനെ പറ്റി പറയുമ്പോൾ അതൊക്കെ എന്റേതാ, അതൊക്കെ ഞാനാണ്, എന്റെ കൺട്രോളിലാണ്, ഇവരൊക്കെ എന്റെ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും അല്ലടാ, അതിന്റെ ഒക്കെ അപ്പുറത്ത് അള്ളാന്റെ കൺട്രോൾ നിന്റെ ഒക്കെ മേലെയുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയാണ് ഓരോ സംഗതികളിലൂടെയും. ഇപ്പൊ കുറേ ഇങ്ങനെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പോ ഈ കാണാതായ വിമാനങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ, ഇതുവരെ അഡ്രസ് കിട്ടാത്ത വിമാനങ്ങൾ, താഴെ മുങ്ങിപ്പോയ ചില കപ്പലുകൾ, മുങ്ങിയ കപ്പലും കാണാതായ മങ്ങിയ വിമാനവും, ഇന്നലെ തകർന്നു പോയ വിമാനമൊക്കെ നമ്മളെ ഒരുപാട് ചിന്തകൾ നമ്മളിലേക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. നമ്മളെത്ര നിയന്ത്രിച്ചാലും അതിന്റെ അപ്പുറത്ത് രാജാതിരാജനായ പടച്ചതമ്പുരാന്റെ നിയന്ത്രണം നമുക്കൊക്കെ മുൻപിലും പിൻപിലും ഇടതും വലതും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രിയപ്പെട്ടവരുടെ യാഥാർത്ഥ്യം. ഇപ്പോ മനുഷ്യരായ നമ്മൾക്ക് ഒരു മേഖലയിലും അഹങ്കരിക്കാനുള്ള വകുപ്പില്ല. നമ്മൾ അതീവ നിസ്സാരരാണ് എന്ന് നമ്മൾ നമ്മെ തന്നെ ബോധ്യപ്പെടുത്തണം. പടച്ചോനത് പറഞ്ഞു, ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യ നീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദഈഫായിട്ടാണ്, ദുർബലനായിട്ടാണ്. എന്നിട്ട് മറ്റൊരായത്തിൽ പറയാണ്, ഇന്നക ലൻ തഖരിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല, നിനക്ക് ഭൂമിയെ പിളർത്തി മാറ്റാനോ നെടുക ചേരിച്ച് പിളർത്തി മാറ്റാനും കഴിയൂല, പർവ്വതത്തോളം ഉയരാനും കഴിയൂല. കുറെ ആളുകളുണ്ടല്ലോ ഭയങ്കര സംഭവമായി നടക്കുന്നവർ. പടച്ചോൻ രണ്ട് കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഇന്നകല്ലൻ തഖരിഖൽ അർള, ഭൂമിയെ പിളർത്തി മാറ്റാൻ എന്നെ കൊണ്ട് കഴിയൂല, വലൻ തബ്ലുഗൽ ജിബാല തൂല, ആകാശത്തോളം ഒന്നും പറഞ്ഞില്ല കേട്ടോ, ഒരു പർവ്വതത്തോളം ഉയരാൻ പോലും നമുക്കൊന്നും കഴിയൂല, കഴിയുമായിട്ട് പറഞ്ഞുതരാൻ. അതുകൊണ്ട് നീ അഹങ്കരിക്കേണ്ട യാതൊരു കാര്യവുമില്ല, നമ്മൾ നിസ്സാരരാണ് എന്ന് നമ്മെ ഇങ്ങനെ പടച്ചോൻ ബോധ്യപ്പെടുത്ത. പ്രിയപ്പെട്ടവരെ, ഒരു വിമാനാപകടം വന്നപ്പോ നമ്മൾ നിസ്സാരരാണ്, അങ്ങനെ ആ ഒരു ദിവസത്തിൽ മാത്രം ഓർമ്മിക്കാനല്ല, അങ്ങനെയല്ല. പെട്ടെന്നൊരു അപകടം സംഭവിക്കുമ്പോ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുക എന്നുള്ളതല്ല, ദിവസവും നമ്മൾ നിസ്സാരരാണെന്നുള്ള ബോധ്യവും നമ്മൾ മരിക്കേണ്ടവരാണെന്ന ചിന്തയും ഈ ദുനിയാവ് നശ്വരമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളലും ഇവിടം വിട്ട് പോയി റബ്ബിനെ കണ്ടുമുട്ടേണ്ടവരാണ്
എന്നുള്ള ഉറപ്പും ആ രൂപത്തിൽ ഇവിടെ ജീവിക്കാൻ കഴിയുമ്പോ ഏറെക്കുറെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നന്മയിൽ മത്സരിക്കാനും വിശ്വാസികളായ കയ്യസായിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള വിശ്വാസിക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് ഇതിനെപ്പറ്റി ഓർക്കുന്നതും ഈ ദുനിയാവിൽ ഇങ്ങനെ പലതും സംഭവിപ്പിച്ച് അള്ളാഹു നമ്മളിലേക്ക് ചില ചിന്തകളൊക്കെ നൽകുന്നതും. ബുദ്ധിമാൻ പാഠം ഉൾക്കൊള്ളുകയും അവൻ തിരിച്ചറിവുണ്ടാവുകയും ചെയ്യും. അല്ലാത്തവൻ ഇതൊക്കെ അല്ലെ ഒരു സങ്കട വാർത്തയായി ദുഃഖം രേഖപ്പെടുത്തി വീണ്ടും പഴയപടി അവന്റെ ജീവിതം തുടരും എന്നുള്ളതാണ്. നമ്മൾ ബുദ്ധിയുള്ള വിശ്വാസികൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും നമ്മളിൽ മുളച്ചു പൊങ്ങിയ ചീത്തയായിട്ടുള്ള ദുസ്വഭാവങ്ങളെ അതിന്റെ കളകളെ പറിച്ചറിയാനും ഈ അവസരത്തെ ഉപയോഗിക്കണം എന്നാണ് സ്നേഹത്തോടെ സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള വലിയ മഹാദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാനെ, വലിയ വലിയ പ്രയാസങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, അവരുടെ പ്രയാസങ്ങളിൽ അവർക്ക് മോചനം നൽകണമേ തമ്പുരാനെ. മുസ്ലിമായതിന്റെ പേരിൽ ലോകത്ത് കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ, റബ്ബേ നീ അവർക്ക് താങ്ങും തണലുമായി അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി അവർക്ക് ഇസ്സത്തും ഖുവ്വത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മബാപ്പമാർ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, ഗുരുജനങ്ങൾ, ഇവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമ നൽകണമേ തമ്പുരാനെ. നാളെ ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ എല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻകും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ വവാലിദൈനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين وبرحمتك يا أرحم الراحمين والحمد لله.